ഇവിടെ ഒരാള് ടിക്കറ്റ് എടുക്കാണ്ടല്ലോ. ആരാ ടിക്കറ്റ് എടുക്കാല്ലേ? ഹലോ, നിങ്ങളുടെ ടിക്കറ്റ് എടുത്തോ? പിന്നിൽ ഒരാളെടുത്തല്ലോ. പിന്നിൽ ഒരാളുള്ള ഒരുപാട് പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ ടിക്കറ്റ് പുറകിൽ താടി വെച്ച ഒരാളെടുത്തിട്ടുണ്ട്. പുറകിൽ താടി വെച്ചാണ്. നിൽക്കുന്നു. ഹലോ, ഇയാളെ ടിക്കറ്റ് നിങ്ങൾ എടുത്തുണ്ടോ? എന്ത് അയാൾ ടിക്കറ്റ് ഞാൻ എടുക്കേ? ഞാൻ ടൈപ്പ് അല്ല, ഞാൻ എന്റെ ടിക്കറ്റ് എടുത്തില്ല. അതെ, ഞാൻ ശബരിമല വ്രതത്തിലാ. സ്വാമിയേ ശരണമയ്യപ്പ. കളിപ്പിക്കാണ്ട് കായെടുക്കായി. സ്വാമിയേ ശരണമയ്യപ്പ. ഈ ബസ്സിനുള്ളിൽ ആൾക്കാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നൊയഞ്ഞു കയറ്റുണ്ടല്ലോ. ഈ പണിയൊന്ന് എടുത്തു നോക്കണം, അപ്പൊ അറിയാൻ എന്റെ ബുദ്ധിമുട്ട്. എങ്ങട്ടാ? കുതിരോട്ടത്തേക്ക് ഊളം പറക്കി വണ്ടി പോകില്ല. പൂങ്ങളം പഠിക്കൊരു ടിക്കറ്റ് തരാം. അവിടെ ആണെങ്കിൽ ഇമാതിരി പ്രാന്തിന് നല്ല ചികിത്സ കിട്ടും. ചെക്കിങ്ങാ? രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ, ബാക്കിയുള്ളവന്റെ കഞ്ഞൂടി മുട്ടിക്കാനായിട്ട്. ഉത്തരവാദപ്പെട്ട ആരെന്ന് വെച്ചാ പുറത്തേക്ക് വരണം. താനീ ബസിന്റെ കണ്ടക്ടറാണ്, ഓണറുമാണ്. അത് ബസിന്റെ റോഡ് തന്റെ തന്തയുടെ വകയൊന്നുമല്ലല്ലോ. എന്റെ യാത്രക്കാലം മുമ്പ് വെച്ച് നിങ്ങൾ തന്തക്കും തളങ്ങും വിളിക്കണ്ട. തന്ത ഉള്ളവർക്ക് അത് കേൾക്കാൻ ലേശം ബുദ്ധിമുട്ടാ. നിങ്ങൾ കാര്യം പറഞ്ഞോളി. ഓ എടോ കോപ്പേ, റോഡ് മറ്റു വാഹനങ്ങൾ, യാത്രക്കാർ, വഴി യാത്രക്കാർ, ഇതിനോടൊക്കെ സർക്കാരിനും ഡിപ്പാർട്ട്മെന്റിനും ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. റോഡ് ടാക്സ് അടയ്ക്കാത്ത, റോഡിൽ ഇറങ്ങാൻ പെർമിറ്റ് ക്യാൻസൽ ആയി തകരപ്പെട്ടി ഉരുത്തിക്കൊണ്ട് നടക്കാൻ തനിക്ക് ഇത്രയും ചങ്കൂറ്റോ? പറടാ. സർ, ടാക്സി നമ്മൾ തെറ്റിച്ചിട്ടില്ല. എടോ, ഇതേ തന്റെ അമ്മയുടെ അടുക്കള എന്നുള്ള കടലാസല്ല, RTO ഓഫീസിലെ രേഖകളാ. വണ്ടിയുടെ പെർമിറ്റ് ക്യാൻസൽ ആയി 2 ദിവസം കഴിഞ്ഞു. അനധികൃതമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. മനസ്സിലായോ? ഇത് റോഡിൽ ഓടാൻ പാടില്ല, ഇനി ഓടുന്നുമില്ല. എല്ലാവരും ഇറങ്ങ്, വേഗം വേഗം. മൈത്രി ചത്തു, ഇനി ശവം തൂക്കിക്കൊണ്ട് പോകുന്നത് കാണാം. സാർ, എവിടെയോ എന്തോ പേവ് പറ്റിയതാണ്. ചെയ്യരുത് സാർ. ചെയ്യാതെ പിന്നെ സാർ, നിങ്ങൾക്ക് ലേശം സമയം തന്നെ സാർ. കൊണ്ടുപോകരുത്. എന്റെ ജീവിതം, അത് ജീവനാണ്. പൊക്കിക്കൊണ്ട് പോളാ പുല്ല്. കിട്ടിയെടുത്ത് വെച്ച് ഇന്നേ നമ്മളെ ബസ്സിനെയും ദ്രോഹിക്കണമെന്ന് ആ സാജൻ ജോർജ് ഓന്റെ കത്തിന്റെ മുമ്പിൽ ഇപ്പൊ കൗതുവെച്ച് കൊടുത്തില്ലേ? ചെറുതാകട്ടെ വലുതാവട്ടെ ഒരടവെങ്കിലും നമ്മൾ മുടക്കിയിട്ടുണ്ടോ? കയ്യിലില്ലേ പലിശക്ക് വാങ്ങിട്ടെങ്കിലും? എന്നിട്ടിപ്പോ ബസ് പോലീസ് സ്റ്റേഷനിലെ കിടക്കണേ. സഹിക്കണത്രേ. നടക്കേണ്ടത് നടന്നു, ഇനി ചെയ്യേണ്ടത് ചെയ്തു വണ്ടി ഇറക്കുക. എപ്പോ? നാളെ 2-ാം ശനി, മറ്റന്നാൾ ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച RTO ഓഫീസിന്റെ മുന്നില് നായിനെ പോലെ കാത്തുകെട്ടി കിടന്ന് ഫീസും ഫൈനും കെട്ടി റിലീസ് ഓർഡറും വാങ്ങി ഞാൻ ആ സാജൻ ജോർജിന്റെ മുമ്പിൽ കൈനീട്ട് നിന്ന് ഇറക്കണ്ടേ എന്റെ വണ്ടിയുടെ താക്കോലിന് വേണ്ടിട്ട്? ഇറങ്ങി ഇറങ്ങി ഇറങ്ങ്. ആളിതാ ചോദിച്ചു നോക്കൂ കുഞ്ഞാക്ക, എന്താ ഉണ്ടായെന്ന്. എന്റെ ജീവനെ, ഒരു കൊടുത്തുമ്മ തൂങ്ങി നേരത്തുമ്മ കൂടെ നാട്ടുകാർ നോക്കി നോക്കുമ്പോ ഉരുണ്ടുരുണ്ട് പോയി. എന്താ ഉണ്ടായത്? അത് പറടാ. റോഡ് എങ്ങാനും ഇന്നെ ചതിക്കാൻ എനക്ക് എത്ര തന്ന്? പറഞ്ഞില്ലെങ്കിൽ മുറ്റത്തിട്ട് കൊല്ലുവാനാ ഞാൻ. ടാക്സ് അടയ്ക്കാൻ തന്ന പൈസ ഞാനൊന്ന് മറച്ചുപോയി. പൈസ വെച്ചിട്ട് ചതി ഈ എന്നോട് ചെയ്യേണ്ടിയിരുന്നില്ല, ചെയ്യാൻ പാടില്ലേനെ. പൊറുക്കണം. പെങ്ങക്ക് കൊടുക്കാനുള്ള സ്ത്രീധനത്തുക തയ്ക്കാൻ ഒരു തിരിമറി ചെയ്തതാ. പിന്നെ കൊണ്ടുപോയി അടയ്ക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഓഫീസിലുള്ളവർ ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ സാധാരണയാ. ഇത് കുഞ്ഞാക്കാന് കൊടുക്കാൻ ഓഫീസിൽ നിന്ന് ആരോ ചോർത്തിയതാ. വല്ലാണ്ട് വിസ്തരിക്കാൻ നിൽക്കണ്ട, കിട്ടിയതൊക്കെ പോരെ. പൈസന്റെ വഴി ഞാൻ കണ്ടോളാം, സമാധാനിക്ക്. ഇതിപ്പോ അതിലും വലിയ സങ്കടമില്ലേ? ഓന്റെ പെങ്ങളെ ഇറക്കിവിടാൻ വേണ്ടി ചെയ്ത തിരിമറിയാ. തച്ചും പോയില്ല പഠിച്ചോനെ. നീ അത് മനസ്സിന് കളഞ്ഞേക്ക്, ബസ് നമുക്ക് ഇറക്കാം. എടുത്തോ, കാശ് വേണ്ട, ഫ്രീയാ. ഒരെണ്ണം കൂടി, ഒന്നെടുത്ത ഒന്ന് ഫ്രീയാ. ഇരിക്കട്ടെ, പാവം പോലീസ്. റോഡിങ്ങിന്റെ മുതലാളി ഇല്ലേ? അകത്തുണ്ട്.
സുഖചികിത്സ കഴിഞ്ഞ് മൈത്രി ഇന്ന് ഡിസ്ചാർജ് ആയാണ്. അതിന്റെ ഒരു മധുരം. സങ്കടങ്ങൾക്ക് ഒടുവിൽ മധുരം ഉണ്ടാവും, മനസ്സിൽ നന്മ ഉണ്ടെങ്കിൽ. ശൈത്താൻ ഒരു കാലത്തും സ്വർഗത്തിൽ പോവില്ല. ചെല്ലട്ടെ. അതെ, ഏറനാട്ടേക്കുള്ള ബസ്. ഒരാളുണ്ട്. ലേശം കുറവാണ് അരണേട്ടാ. ഈ ഊതി അറച്ചോടാ. അല്ല, ഇറങ്ങണില്ലേ? ഏറനാട്ടിക്കല്ലേ ടിക്കറ്റ് എടുത്തത്? അതെ, എനിക്കിവിടെ പരിചയമില്ല. ഇവിടെ വിടക്കാ പോണ്ടേ? ഞാൻ സുൽത്താൻ വീട്ടിലേക്കാ. സുൽത്താൻ വീട്ടിക്കോ? അതെ, നജീബിനെ കാണാൻ. സുഗന്ധിയാണ് ഞാൻ. പറഞ്ഞിട്ടില്ല എന്നെ കുറിച്ച്. ഇങ്ങോട്ടിറങ്ങ്. ഇറങ്ങി വരാൻ. ആരാ പറഞ്ഞയച്ചത്? എന്താ എന്റെ വരവിന്റെ ഉദ്ദേശം? ആരും പറഞ്ഞയച്ചതല്ല, ഇറങ്ങി പുറപ്പെട്ടതാ. ഉദ്ദേശം ആത്മഹത്യക്ക് മുമ്പ് നിങ്ങളെ ഒന്ന് കാണാൻ. കോയമ്പത്തൂരിലെ ശിവപാർവതി ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പിന്റെ ഹോൾസെയിൽ ഷോപ്പിൽ ഒരു സാധാരണ ജോലിക്കാരിയായിരുന്നു ഞാൻ. അവിടെ വച്ച് ഞങ്ങൾ പരിചയപ്പെട്ടത്. നജീബ് എന്നോട് കൂടുതൽ സ്നേഹം കാണിച്ചപ്പോ ആദ്യമൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിയതായിരുന്നു. അമ്മ, അനിയത്തി. പക്ഷെ നജീബിന്റെ സ്നേഹം പിന്നെ പിന്നെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള കഥ പറച്ചിലുകൾ. എപ്പോഴോ എവിടെയോ എന്റെ മനസ്സിന്റെ താളം തെറ്റി. ഞാനും സ്വപ്നങ്ങൾ കണ്ടു. മതി. ഒരിക്കൽ ഒരു കുസൃതി. പക്ഷെ അതെന്നെ ഇവിടം വരെ എത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ ജീവന്റെ ജീവനായ കുഞ്ഞാക്ക, എനിക്ക് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന് വാങ്ങി തന്ന സമ്മാന ഞാൻ ഈ കാതിലയുടെ കഴുത്തിൽ അണിഞ്ഞത്. ഇതേ തമിഴ്നാടാ. ഞാനൊരു പാതി തമിഴെത്തി. മാലയിട്ട് തന്നാ അത് കല്യാണമായിട്ട് കണക്കാക്കും ഞങ്ങളുടെ ദൈവം. ആയിക്കോട്ടെ, എനിക്ക് ഒരാളെ ബോധിപ്പിക്കാനുള്ളൂ, എന്റെ കുഞ്ഞാക്കാനെ. സമയമാവുമ്പോ ഞാനത് ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും എന്റെ തലയിൽ കേറൂല. അതൊന്നും കേറ്റൂല. ഞാൻ എന്റെ കുട്ടിയുടെ നിക്കാഹിന് ഓളെ മനസ്സൊരുങ്ങി, എന്റെ വീടൊരുങ്ങി. എന്നേരത്ത് ആ സന്തോഷം തല്ലിക്കിടത്താൻ ആരെയും സമ്മതിക്കൂല ഞാൻ. ആരെയും. ഇന്നലെ കണ്ടത് വെളുപ്പ്, ഇന്നത് കറുപ്പാന്ന് പറഞ്ഞ ഏത് മനസ്സുണ്ടാ പഠിച്ചത് വിശ്വസിക്കാം? വിശ്വസിക്കൂല. ഞാൻ വിശ്വസിക്കൂല. കയ്യിനുള്ള കഴിവില്ല. ദൈവത്തിന്റെ മുന്നിൽ ഒരുപാട് കരഞ്ഞു, പറഞ്ഞു. അവിടെയും കരുണ തീർന്നു തോന്നിയപ്പോ ഈ ഒരു മുഖം മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞില്ല ഞാൻ.
എന്റെ അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയെന്ന്. ആരെയും വേദനിപ്പിക്കാൻ ഇനി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഓൻ അന്വേഷിച്ച് വന്നാണെങ്കിൽ ഓൻ ഇവിടെ ഇല്ല, ദുബായില. അന്നെ കോയമ്പത്തൂര് എന്റെ പുരയിൽ ഞാൻ കൊണ്ടാക്കാം. എന്നെ വിശ്വസിച്ചോളി, വേദനിപ്പിക്കൂല. ഒന്നാവണ്ടവരാണെങ്കിൽ നിങ്ങളെ ഞാനൊന്നാക്കും. ഇല്ല, ഇനി എനിക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ആ ഒരവസ്ഥയിലാ ഞാൻ. മരണത്തിലേക്കല്ലാതെ എനിക്കൊരു മടങ്ങിപ്പോക്കില്ല. എന്തൊക്കെയാ ഇത്? തീരുന്നില്ല ഒന്നും. ഒന്ന് തീർത്ത് വരുമ്പോ വേറൊന്ന് തുടങ്ങി തരണ്ട് പഠിച്ച. കുഞ്ഞാക്കൊന്നും അറിയണ്ട, ഞങ്ങളേറ്റു. പിടിച്ച് 2 പൊട്ടിച്ചിട്ട് വന്ന വഴി കയറ്റി വിട്ടോളാം. അങ്ങനൊക്കെ പറയാം, ചെയ്യാം. പക്ഷെ അതൊന്നും ഒരു പരിഹാരമാവൂല വാസുട്ടി. നല്ല കാലം വന്നപ്പോ പെരുന്നാൾ ഉച്ചക്കൊരു പെരുമഴ പെയ്ത പോലെ ഒരുപാട് കളിച്ചിരികൾ ഇത് കണ്ണീരാക്കും. അങ്ങനെ ആവാണ്ടിരിക്കണമെങ്കിൽ കയ്യിൽ വെക്കണം, കൂടെ നിർത്തണം. ഒരു മനുഷ്യജീവി അറിയാണ്ടേ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നീ അതിനെ വേണ്ടി പൊറ്റാൻ പോവാ? ഓറ്റാനൊന്നും അല്ലടോ, ഇതിലെത്ര സത്യം ഉണ്ടെന്ന് എനിക്കറിയണം. അതുവരെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെച്ചേ പറ്റും. അതിലിടക്ക് പൊട്ടിത്തെറിക്കാൻ ഇത് ബോംബൊന്നുമല്ലല്ലോ, ഒരു പെണ്ണല്ലേ. ഒരു പെണ്ണ് പൊട്ടിത്തെറിച്ചിട്ടാ രാജീവ് ഗാന്ധി മരിച്ചത്. ചരിത്രം നമ്മൾ മറക്കരുത്. കാലം പെച്ചക. ഒന്നും മിണ്ടാണ്ടിരിക്കണം. കച്ചവടത്തിന് വെച്ചൊരു വീട് നിന്റെ കയ്യില് നല്ല സൗകര്യമുള്ളതാ. ഒരു ജീവി അറിയില്ല.